Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 20-25 ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1 ലിറ്റർ വെള്ളവും ഒഴിച്ച് ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ മൂടി ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 വിസിലിന് ശേഷം ഇതിൻ്റെ മൂടി തുറക്കുന്നുണ്ട്. ചക്കക്കുരു നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഞാനൊരു കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തക്കാളി, 1/2 കപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ഉണക്ക മീൻ, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഈ ഒരു വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ മൂടി 1 വിസിൽ വരെ ഇതിനെ കുക്ക് ചെയ്യാം. 1 വിസിലിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്ന് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ തിളക്കാൻ വേണ്ടി വെക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിനെ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി ഇതിനെ ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നമ്മുടെ കറിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതുവരെയായി നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.